നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ വാസവൻ ജയിച്ച കാര്യം TV-യിൽ ന്യൂസിൽ അങ്ങനെ വിക്രം കാണുവാണ്. വിക്രം ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. വിക്രത്തിന് മനസ്സിലായി വരുണിൻ്റെ കൊലപാതകവും പുളിക്കൻ്റെ കൊലപാതകവും ഒക്കെയാണ് വാസവൻ ജയിക്കാനുള്ള പ്രധാന കാരണം. ശ്രീനിവാസ് സാർ ജയിച്ചാണ്. പക്ഷേങ്കിൽ ആ വരുണിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസ് സാറിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും കേസും കാര്യങ്ങളൊക്കെ ശ്രീനിവാസ് സാറിന് ഉണ്ടായിരുന്നല്ലോ. എല്ലാം കൂടെ ശ്രീനിവാസ് സാറിൻ്റെ പിടികൂടി. താനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലുണ്ടായി. ഭയങ്കര വിഷമമായിപ്പോയി. വാസവൻ ജയിക്കുകയും ചെയ്തു. ശ്രീനിവാസ് സാറിന് ഇനിയിപ്പോൾ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും? ഭയങ്കര ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം തകർന്നു പോയി കാണുമായിരിക്കും. വിക്രത്തിൻ്റെ മുഖത്തെ ആ സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ ചോദിച്ചു, എന്താടോ തൻ്റെ മുഖത്ത് ഒരു സങ്കടം എന്ന് ചോദിച്ചു. ഒന്നുമില്ല. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി താന ശ്രീനിവാസിൻ്റെ വലം കൈ ആയിരുന്നല്ലോ, അയാൾ തോറ്റൻ്റെ വിഷമമല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിക്രത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. വിക്രം കുറച്ച് കാര്യങ്ങൾ അച്ഛനുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്രത്തിന് മുഖത്തെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഇലക്ഷന് ഇന്ന് വരും നാളെ പോവും, ഇനി ഇലക്ഷനൊക്കെ വരുമല്ലോ, ആ സമയത്ത് എന്തെങ്കിലും ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ജോബി എന്ത് ചെയ്തു? വേദയെ കാണാൻ തന്നെ തീരുമാനിച്ചു. കെട്ടിയവനും കെട്ടികളും കൂടെ ഇവിടെ ഒളികൾ വന്ന് താമസിക്കുകയാണ്. ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് വേദയുടെ ഹസ്ബൻഡ്. എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് കാണണമല്ലോ. ജില്ലാ ജഡ്ജിയുടെ മോളാണ് അവള്. എന്നിട്ട് കള്ളത്തരം തന്നെയാണ് പറഞ്ഞ് ഇവിടെ കൂടിയിരിക്കുന്നത്. വെറുതെ അല്ല, താൻ ആ പേപ്പർ സൈൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അവളത് വായിച്ച് നോക്കിയത്. കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഏകദേശമൊക്കെ മനസ്സിലായി. ഇവിടെ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അവളെ ഒന്ന് വലയിലാക്കണമെന്ന് കരുതിയിട്ട് ജോബി നേരെ എന്ത് ചെയ്തു? വേദയൊക്കെ താമസിക്കുന്ന കൈതമുക്കിലുള്ള ആ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പം വിക്രം അവിടെ ആ സമയത്തില്ല, പണിയാൻ പോയേക്കോ എന്നുള്ള കാര്യം നന്നായിട്ട് ജോബിക്ക് അറിയുകയും ചെയ്യുന്നു. അങ്ങനെ ചെന്ന് കഥയെ മുട്ടി കഴിഞ്ഞപ്പോഴത്തേനും വേദ ഒന്ന് കഥ തുറന്നു. ജോബിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദ ചോദിച്ചു, എന്താ സാറേ, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ വേദയെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. കാണാനോ? അതെ. അല്ല എന്താ സാറേ കാര്യം? അല്ല വേദ എന്താ എന്ന് പണിയാൻ വരാത്തെന്ന് ചോദിച്ചു. അതെ, എനിക്ക് നല്ല സുഖമില്ലായിരുന്നു, പനിയായിരുന്നു പറഞ്ഞു. ഓ ആണോ? അതെന്താണെന്ന് നന്നായി. എന്താ സാറേ അങ്ങനെ പറഞ്ഞു? ഒന്നുമില്ല, അതുകൊണ്ടല്ലേ വേദ ഇവിടെ ഉള്ളത്. എനിക്ക് ഇങ്ങോട്ടേക്ക് വന്ന് വേദയോടൊന്ന് സംസാരിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു. അയാളുടെ വരവിൻ്റെ ഉദ്ദേശം ശരിയല്ല എന്നുള്ള കാര്യം വേദയ്ക്ക് അപ്പം തന്നെ മനസ്സിലായി. പെട്ടെന്ന് വേദ ചോദിച്ചു, അല്ല സാറ് വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല. അപ്പോഴേക്കും ജോബി പറഞ്ഞു, അല്ല വേദയെ ഹസ്ബൻഡും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടി പോകുന്നതാണോ എന്ന് ചോദിച്ചു. അതെ, ഒളിച്ചോടി പോന്ന. നാട്ടുകാരെ പേടിച്ചിട്ടാണോ അതോ വീട്ടുകാരെ പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ ശരിക്കും പേടിച്ച് തന്നെ ഒളിച്ചോടി പോകുന്നതല്ലേ എന്ന് ചോദിച്ചു. അതോടെ കേട്ടിട്ട് വേദയ്ക്ക് തോന്നി, ഇയാൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ ഇനിയിപ്പോൾ ഇയാൾ എന്തെങ്കിലും സത്യങ്ങളൊക്കെ മനസ്സിലായി കാണുമോ അതോ തിരിച്ചറിഞ്ഞ് കാണുമോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. പിന്നീട് വേദയോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ കൊല്ലും കൊലയൊക്കെ നല്ല വശമുണ്ടല്ലേ എന്ന് ചോദിച്ചു. കൊല്ലും കൊലയോ? അതെ, നിങ്ങളുടെ ഭർത്താവിന് കൊലപാതകമൊക്കെ ചെയ്ത് നല്ല വശമുണ്ടല്ലോ എന്ന് ചോദിച്ചു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം മനസ്സിലായി, ഇയാൾ എന്തൊക്കെയോ അറിഞ്ഞ മട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്. പെട്ടെന്ന് വേദ പറഞ്ഞു, നിങ്ങളോട് ആരാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്തൊക്കെയാണ് നിങ്ങൾ പൊലമ്പൊന്നേന്ന് ചോദിച്ചു. എന്തൊക്കെയാണെന്നോ? വേദ ഇത് വിസമ്മതിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് വേദ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഫോണിനകത്തെ വീഡിയോ കാണിച്ചു കൊടുക്കുവാണ്. തൻ്റെ വിക്രത്തിൻ്റെ മാലയിടലും കാര്യങ്ങളും അതിനുശേഷം ന്യൂസ് ചാനലിനകത്ത് പറയുന്നത് അതൊക്കെ ശ്രീകാന്താണ് ആ വീഡിയോസ് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്തിരുന്നത്. വേദയും വിക്രം എവിടെ പോയാലും ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. അവളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തനിക്ക് കിട്ടണം. ആരെങ്കിലും വിളിച്ചു പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും അവനെ പോയി തീർക്കണം എന്നൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന പോലും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദയൊന്ന് ഞെട്ടി. ജോബി ചോദിച്ചു, എന്താ വേദ മിണ്ടാട്ട് മുട്ടിപ്പോയോ? ഇത് വേദ തന്നെയല്ലേന്ന് ചോദിച്ചു. അപ്പം ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മോളല്ലേ? എന്നിട്ടാണ് ഇവിടെ വന്ന് ഈ തേയിലത്തോട്ടത്തിൽ വന്ന് പണിയെടുക്കുന്നത്. എനിക്കെന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിക്കാനുണ്ട്, ചോദിച്ചറിയാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതിന് പറ്റിയ സ്ഥലം ഇവിടെയല്ല, എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോരെ. അവിടെയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. വേദയ്ക്ക് കാര്യം മനസ്സിലായി. വേദ പറഞ്ഞു, സാർ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല ഞാനെന്ന് പറഞ്ഞു. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ, എനിക്ക് വേദയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ചോദിച്ചറിയാനുണ്ട്. അല്ലെങ്കിലുണ്ടല്ലോ വേദ എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനങ്ങ് പബ്ലിസിറ്റി ആക്കും, എല്ലാവരോടും പറയും. പിന്നെ വേദയ്ക്കും വിക്രത്തിനും ഇവിടെ ഒരു നിലനിൽപ്പുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് വേദയെ ഭീഷണിപ്പെടുത്തുവാണ്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് ഭീഷണിക്ക് വഴങ്ങാനായിട്ട് വേദയും കൂട്ടാക്കില്ല.
വേദ പറഞ്ഞു, സാർ മര്യാദയ്ക്ക് പോകുന്നത് നല്ലത്. സാർ ഉദ്ദേശിച്ച പോലെ സാറിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരയ്ക്കുന്നൊരു പെണ്ണൊന്നും അല്ല ഞാൻ. മര്യാദയ്ക്ക് പോയിക്കോ, അതാ നിൽക്കും നല്ലതെന്ന് പറഞ്ഞു. ആഹോ, നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ്, അങ്ങനെ അങ്ങ് നിന്നെ വിടാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രത്തിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് വിക്രം നേരത്തെ വന്നു. മാത്രമല്ല വേദയ്ക്ക് പനിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് വിക്രം നേരത്തെ വരുന്നത്. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേദയ്ക്കൊരു ആശ്വാസമായി. ആ സമയം ജോബി പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ രക്ഷപ്പെട്ടു, പക്ഷേ അങ്ങനെ അധികം നാളെ രക്ഷപ്പെട്ട് നടക്കാൻ പറ്റില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം എന്നിട്ട് ചോദിച്ചു, അല്ല അതാരാ വേദയെന്ന് ചോദിച്ചു. അതാണ് പ്ലാന്റേഷൻ മാനേജർ ജോബി. അയാൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് വേദയ്ക്ക് പിന്നെ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വന്നു. സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു വീഡിയോസിനും കാര്യങ്ങളെക്കുറിച്ച് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ശത്രുക്കൾ തന്നെ ഇട്ടിരിക്കുന്ന, നമ്മൾ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ സമയം വേദ ചോദിച്ചു, നീ ഇപ്പം എന്ത് ചെയ്യും വിക്രം എന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, വരുന്നിടത്ത് വെച്ച് കാണട്ടെ, എന്തായാലും നമ്മളങ്ങനെ വെറുതെ വിട്ടു കൊടുത്തിട്ട് കാര്യമില്ല. സത്യങ്ങളൊക്കെ എപ്പോഴാളും പുറത്ത് വരിക തന്നെ ചെയ്യും. നമുക്ക് അധികം നാളൊന്നും ഇത് ഒളിപ്പിച്ച് വെക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, എന്തായാലും എനിക്കൊരു പേടിയുണ്ട് വിക്രം, നമ്മളെ അന്വേഷിച്ച് ശത്രുക്കൾ ഇങ്ങോട്ട് വന്നാലോ, അത് മാത്രമല്ല ഒരു പക്ഷേങ്കിൽ അവർ വന്ന് അനിയൻകുട്ടനെ ഉപദ്രവിക്കുക മറ്റോ ചെയ്താലോ. വിക്രം പറഞ്ഞു, എനിക്കിപ്പോൾ തോന്നുന്നൊരു കാര്യമുണ്ട്. എന്താ? അച്ഛനോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോന്ന്. തുറന്നു പറയാനോ? അതെ, തുറന്നു പറയണം. ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അനിയൻകുട്ടന് സംഭവിച്ച എന്താണെന്നും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ നിലവിലിപ്പുള്ളെന്ന് പറഞ്ഞു. അല്ലെ ചിലപ്പോൾ നമുക്ക് ഈ വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. വേദയ്ക്കും തോന്നിയത് നല്ല കാര്യമാണ്, പക്ഷെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ ഇവിടെ ഞങ്ങൾ താമസിപ്പിക്കുമോ എന്നൊരു ചിന്ത. വിക്രം പറഞ്ഞു, കള്ളത്തരം പറഞ്ഞ് നിൽക്കുന്നേക്കാൾ നല്ലതല്ലേ ഉള്ള സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ട് നിൽക്കുന്നേ, അതല്ലേ നല്ലത്. പിന്നെ ആ പ്ലാന്റേഷൻ മാനേജർ അയാളൊരു പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോഴേക്കും വേദ പറഞ്ഞില്ല അയാൾ തന്നോട് പറഞ്ഞ കാര്യം. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം മിക്കവാറും അയാൾ എടുത്തിട്ട് പഞ്ഞിക്കിടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിലും സ്വന്തം ഭാര്യമാരോട് മറ്റുള്ളവർ വൃത്തിയായിട്ട് ഇത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഭർത്താക്കന്മാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യും. വേദയോർത്ത് തൽക്കാലത്തേക്ക് പറയണ്ട, ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ തന്നെക്കൊണ്ട് സാധിക്കുന്നൊരു ചിന്തയായിരുന്നു വേദയ്ക്ക്. പിന്നീട് വിക്രം വേദയോട് ആ കാര്യം പറയുന്നേ. ശ്രീനിവാസനെ പിന്തള്ളിക്കൊണ്ട് വാസവനെ 10,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചെന്നുള്ള അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ വരുണ്ട മരണമൊക്കെ ആയിരിക്കാം ശ്രീനി സാറിനെ ജയിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്താ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നേ, ഇനിയെങ്കിലും അധികാരമില്ലാതെ വരുമ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. വിക്രം പറഞ്ഞു, പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു. എന്താ? ശ്രീനി സാർ അങ്ങനെ വെറുതെ ഇരിക്കും തോന്നില്ല. ഈ മരണത്തിൻ്റെ പിന്നിൽ ആരോ ഉള്ളതെന്ന് ഉറപ്പായിട്ട് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഇപ്പോഴും അതിനെ നെട്ടോടത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം ശ്രീനിവാസൻ വാസവനെ പോയി കാണുന്നുണ്ട്. വാസവനെ പോയി കണ്ട് കൺഗ്രാസ് ഒക്കെ പറയുന്നുണ്ട്. വാസവനാണല്ലോ ജയിച്ചത്. വാസവൻ പറഞ്ഞു, ശ്രീ താൻ വിഷമിക്കണ്ട, അധികം നാളെ ഞാൻ ഈ അധികാര കസേരയിൽ ഇരിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ആരാണ് ഈ പറയുന്ന പുളിക്കനെ വരുണെ ഇല്ലാതാക്കിയെന്നൊക്കെ ഞാൻ അധികം വൈകാതെ അറിഞ്ഞ് കഴിയുന്ന സമയത്ത് പിന്നെ ഞാനൊരു കൊലപാതകയായിട്ട് മാറും. അധികം നാൾ എനിക്ക് ഈ അധികാരത്തിൽ ഇരിക്കണമെന്ന് അധികം താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ മോൻ്റെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ നിറയെ ഇപ്പോൾ ഉള്ളത്. അവന് വേണ്ടിയിട്ട് ഇനിയെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ട്, അല്ലാതെ മറ്റെന്തിനെക്കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിക്കുന്നു പോലും ഇല്ല എന്ന് പറഞ്ഞു. ശ്രീനിവാസൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് വാസവൻ വിഷമിക്കൊന്നും വേണ്ട. എന്നാണെങ്കിലും നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട്, എന്തിനും വേദിനും. ഇനി ആ അനിയൻകുട്ടനെയൊക്കെ കണ്ടെത്തണം. ഒരു പക്ഷേങ്കിൽ അവൻ്റെ നാവിൽ നിന്ന് സത്യങ്ങൾ അറിയണം. പക്ഷേ അതിനു മുമ്പ് ആ ശ്രീകാന്തിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞേ തീരുള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെ അവർ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതേ സമയത്ത് വിക്രം ഒരു കാര്യം തീരുമാനിച്ചു, അച്ഛനെ പോയി കാണണം. അച്ഛനെ പോയി കണ്ടിട്ട് സംസാരിക്കണം. അച്ഛനോട് ഒന്ന് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ താൻ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അച്ഛനോട്. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അച്ഛന് തന്നെ സഹായിക്കാൻ പറ്റിയാലോ എന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.